പാകിസ്ഥാനുമായുള്ള ചർച്ചകളുടെ കാലം കഴിഞ്ഞെന്നും ലോകം ഭീകരതയ്ക്കെതിരായി പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ നടപടിയെടുക്കാൻ മടിക്കുന്നത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറയുന്നു. പുൽവാമയിൽ 40 സൈനികരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന. ചർച്ചകളുടെ സമയം കഴിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് പുൽവാമയിലെ ഭീകരാക്രമണം. ഭീകരതയ്ക്കെതിരെ ലോകം പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുമ്പോൾ നാം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭീകരതയുമായി ബന്ധപ്പെട്ട ഇന്ത്യയും അർജന്റീനയും ചേർന്ന സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അർജന്റീനിയൻ പ്രസിഡന്റുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന. പുൽവാമയിൽ CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചതിലുള്ള വേദനയും രോഷവും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പങ്കുവച്ചിരുന്നു. എല്ലാവരുടെയും ഉള്ളിൽ രോഷം പുകയുന്നുണ്ടെന്ന് എനിക്കറിയാം. തന്റെ ഉള്ളിലും കത്തിജ്വലിക്കുന്ന ഒരു തീനാളമുണ്ടെന്ന് ബീഹാർ സർക്കാർ പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം പ്രധാനമന്ത്രി സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള എല്ലാ അനുമതികളും നൽകി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ സൈന്യം വധിച്ചു. ജയ്ഷെ കമാൻഡർ ക്രമാനും ഗാസി റഷീദുമാണ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവരാണ് പുൽവാമ ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്തത്. ചാവേർ സഞ്ചരിച്ചിരുന്ന കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചതും ഇവർ തന്നെയാണ്. ഏറ്റുമുട്ടലിൽ ഒരു മേജർ അടക്കം 4 സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം മുൻപ് CRPF വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായ സ്ഥലത്തിന് സമീപത്താണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. 3 ഭീകരർ ഒളിച്ചിരിക്കുന്ന കെട്ടിടം സൈന്യം വളയുകയായിരുന്നു. സൈനിക വ്യൂഹം ആക്രമിച്ച ചാവേർ ആദിൽധറിന്റെ കൂട്ടാളികളാണ് ഒളിച്ചിരുന്ന ഭീകരരെന്ന് കരുതുന്നു. സൈന്യം കെട്ടിടം വളഞ്ഞതോടെ ഭീകരർ ആക്രമണം തുടങ്ങി. സൈന്യവും തിരിച്ചടിക്കുകയായിരുന്നു. CRPF വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായ സ്ഥലത്തിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഭീകരർ ഒളിച്ചിരുന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യവും പോലീസും സംയുക്തമായി തെരച്ചിൽ ആരംഭിച്ചത്. സൈന്യം ദേശം വളഞ്ഞുവെന്ന് മനസ്സിലായതോടെ ഭീകരർ സൈന്യത്തിന് നേരെ വെടി ഉതിർക്കുകയായിരുന്നു. 5 മണിക്കൂറിലേറെ നീണ്ട ഏറ്റുമുട്ടലിലാണ് 2 ഭീകരരെ വധിച്ചത്. ജയ്ഷെ മുഹമ്മദ് കമാൻഡറായ ഗാസി റഷീദ് ക്രമാൽ എന്നിവരാണ് കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യം സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ ഭീകരർ കെട്ടിടത്തിൽ ഉണ്ടെന്നാണ് വിവരം. ഒരു മേജർ അടക്കം 4 സൈനികർ രക്തസാക്ഷികളായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റു. ഒരു നാട്ടുകാരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മേജർ VS ദന്തിയാൽ, ഹവിൽദാർമാരായ ഷിയോം റാം, അജയ് കുമാർ, ഹരിസിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭീകരാക്രമണത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ദില്ലിയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ഉണ്ടായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, ആഭ്യന്തര സെക്രട്ടറി AB റോത്തലവന്മാർ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.